ജർമ്മനിയുടെ ഇങ്ങനെ ഒരു സൈഡ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ ഒരു സൈഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോ. ഹായ് ഗൈസ്, ജർമ്മനിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും അതിന്റെ ചുറ്റുപാടൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോ ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകളും അതുപോലെയുള്ള വ്യത്യസ്തമായ പല കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ജർമ്മനിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് കയറിയ കുറച്ച് കാഴ്ചകളാണ്. സാധാരണ ഷോപ്പിംഗ് മാളും അതുപോലെയുള്ള ഓട്ടോബാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ കുറച്ചുള്ളിലോട്ട് കയറിയ കാഴ്ചകൾ കാണാം. ഇപ്പോൾ വൈസൻഫെൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇവിടെ ഒരു ഷ്ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ആദ്യം കാണിച്ചു തരാം. സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നടക്കാനിറങ്ങുന്ന ടൈമാണ്. ഇവരുടെ കയ്യിൽ കുട്ടികളില്ലെങ്കിലും മിനിമം ഒരു പട്ടിയെങ്കിലും ഉണ്ടാവും. ഡോഗ്സിനെ വളരെ ഇഷ്ടമുള്ളവരാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ. ലൈറ്റ് ഹൗസ് അല്ലാണോ? ലൈറ്റ് ഹൗസ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടത്തെ പച്ചപ്പും ഹരിതാപും ഒക്കെ കാണിക്കലാണ് ഈ വീഡിയോയിലെ പ്രധാന ലക്ഷ്യം. എടുത്ത് കണ്ട ജർമ്മനിയാന്ന് തോന്നുന്നല്ലോ. ഏതൊരു കാട്. സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങോട്ടേക്കാണോ? പണ്ടത്തെ ഒരു പാർക്കിലേക്കാണ് ഞങ്ങളുടെ ഈ പോക്ക്. പാർക്ക് പഴയതായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആരും എന്നതൊന്നും കണ്ടില്ല. 1-2 പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കാണാം, അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര കിടിലായിട്ട് പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാരണം വെച്ചാൽ ഇവിടെ ഒരു ശല്യം ഇല്ലാണ്ട് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നടന്നു പോയപ്പോ ഒരു വെറൈറ്റി സംഭവം കണ്ടു. അതായത് ഈ കല്ലുമ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സൈഡിലും തൊടുമ്പോൾ ഓരോ ടൈപ്പ് പാട്ട് കേൾക്കാം. ജർമ്മനിയിൽ കാട്ടിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ കാഴ്ചകളൊന്നും ഇല്ല ഗൈസ്. മൊത്തം പിന്നെ കാടും ഇതൊക്കെ പിടിച്ചെടുക്കാണ്. അടുത്തുള്ള ലൈപ്സിഗ് ഹല്ലേം പോലുള്ള ടൗണൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളിടയ്ക്ക് ഇതുപോലുള്ള സ്ഥലത്തേക്കൊക്കെ ഇറങ്ങണം. സമാധാനം കിട്ടണ ഇങ്ങനെയൊക്കെ. ചില ആൾക്കാര് പട്ടിക്കാടെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമെങ്കിലും വിഷ്വൽ ബീറ്റില്ലേ നോക്ക്. അപ്പോ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോണത് ക്യാസിലാണ്. ജർമ്മനിൽ പറയുകയാണെങ്കിൽ ഷ്ലോസ്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൊട്ടാരം. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഷ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ കുറെ ഓർമ്മകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഷ്ലോസിനെ ചുറ്റിപ്പറ്റിയൊക്കെയായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഷ്ലോസ്. പള്ളിമണിയാ. 4 മണി അതിന്റെ ഇതടിച്ചാണോ? കറക്റ്റ് ടൈം ഇപ്പൊ 4 മണിയായി. ഇതിന്റെ അലാറാണ് ഇപ്പൊ കേട്ടത്. വന്ന വഴിക്ക് ഇതുപോലൊരു സർക്കസ് കൂടാരം കണ്ടു. അതിലാണെങ്കിൽ 2-3 ഒട്ടകവും കുറെ കുതിരകളും കാളകളും അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ നടന്നു ചെന്നത് വൈസൻഫെൽസിലെ ഷ്ലോസിലോട്ടാണ്. ഒരു ഏകാന്തമായൊരു സ്ഥലം. ഇവിടെ ഒന്നും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ചരിത്രവും അതുപോലെ ഇവിടെ ഉള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത്
സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇത് എന്ത് കിണറെന്തോ സെറ്റപ്പാന്ന് തോന്നുന്നു. പിന്നെ ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടണേ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അപ്പൊ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഷ്ലൊസ്. വൈസൻവെൽസിലെ ഷ്ലൊസ് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ നേരത്തെ കണ്ട കാടും അതുപോലെ ആ പാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലാണ്. അപ്പൊ അതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടുത്തെ പഴയ ആൾക്കാർ മരിച്ച കല്ലറയും അതുപോലെ തന്നെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കാണാനൊന്നുമില്ല. പക്ഷെ മൊത്തം ഒരു പീസ് വൈബാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ വൈസൻവെൽസ് മൊത്തം കാണണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അവിടെ തന്നെ നമ്മുടെ ബാൻ ഓഫ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. സെൻട്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ ഇതൊരു ചെറിയൊരു സിറ്റിയാണ്. അപ്പോ മെയിൻ ആയിട്ടുള്ള ടൗണും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ലൈപ്സിഷ് ഹല്ലേക്കാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ജർമ്മനിയുടെ ഇങ്ങനെ ഒരു സൈഡ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ ഒരു സൈഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോ. ഇത് കണ്ടപ്പോ രസമാണ്. നമ്മുടെ നാട്ടിലെ കുറെ വൈബും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ ശല്യപ്പെടുത്താൻ. നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് ഇവിടേക്ക് വന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ പിന്നെ ഇവിടെ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരൊക്കെ ഈ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ വേറെ എന്തെങ്കിലും വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. അതായത് വൈസൻഫെൽസ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു കാണാൻ. പിന്നെ സാധാരണ ഷോപ്പിംഗ് സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.